ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പം എല്ലാവരും ജൂൺ മാസത്തിലെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എക്സാമിനായിട്ട് മുന്നിലുള്ളൂ. അപ്പം അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലുള്ള എക്സാംസിൻ്റെ കലണ്ടർ വന്നിട്ടുണ്ട്. ജൂലൈയിൽ ഏകദേശം 5 എക്സാംസ് ആണ് നമുക്ക് വരാനായിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരുന്ന LSGD AE എക്സാം അല്ലേ, ജൂലൈ 8-ാം തീയതിയാണ് LSGD AE എക്സാം വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. പിന്നെ അത് കൂടാതെ പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സാമാണ് ഓവർസിയർ ഗ്രേഡ് 2 PWD ഇറിഗേഷൻ എക്സാം വരുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് ജൂലൈ 23 പിന്നെ അത് കൂടാതെ ജൂലൈ ലാസ്റ്റിൽ നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാം കൂടി നമുക്ക് വരുന്നുണ്ട് ജൂലൈ 30. അപ്പോൾ നിങ്ങളെല്ലാവരും LSGD എക്സാമിൻ്റെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓവർസിയർ ഗ്രേഡ് 2 എക്സാം PWD ഇറിഗേഷൻ്റെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സിലബസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലബസാണ് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പം ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 എക്സാം കമ്പൈൻഡ് എക്സാം ആയിട്ടാണ് വരുന്നത്. ജൂലൈ 30 എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ ഒന്ന് കൂടുതലായിട്ട് നോക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ജൂലൈ 30 എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം ഡേറ്റിന് നമുക്ക് 2 എക്സാംസ് ആണ്. ഓവർസിയർ ഹാർബർ എഞ്ചിനീയർ ഗ്രേഡ് 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയർ ഗ്രേഡ് 3 വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 280/2024, 324/2024 ഈ 2 കാറ്റഗറി നമ്പറാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ 280/2024 ഗ്രേഡ് 2ക്ക് ഇപ്പം നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം 5 വേക്കൻസീസ് ആണ് നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം കാണിച്ചിട്ടുള്ളത്. 5 വേക്കൻസിയാണ്. അതുപോലെ തന്നെ ഗ്രേഡ് 3 324/2024 നിലവിൽ 3 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇപ്പം നിലവിലുള്ള നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സാമിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ നോർമലി നമ്മളൊരു ഗ്രേഡ് 2 എക്സാമിൻ്റെ സിലബസ് യൂഷ്വൽ ഒരേ പാറ്റേണിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സബ്ജക്റ്റും ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് തന്നെയാണ് ഹാർബറിന്. അത് സാധാരണയായിട്ട് അങ്ങനെ തന്നെയാണ് അല്ലേ. ഹാർബർ എഞ്ചിനീയർ എക്സാമിൻ്റെ ലെവലും വ്യത്യാസം ഉണ്ടാവും, സിലബസിലും വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സിലബസിൽ വ്യത്യാസമുണ്ട്. നോർമൽ നമ്മുടെ ഓവർസിയർ ഒരു PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിലബസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലും ഈ ഒരു എക്സാമിലും നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. സബ്ജക്റ്റുകളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ നോർമലി നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന് പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ അതേ സബ്ജക്റ്റുകൾ തന്നെയാണ് നമുക്ക് ഇവിടെയും ഉള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണ് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന് 15 മാർക്കാണ് വന്നിട്ടുള്ളത്. 15 മാർക്ക് നോർമലി നമ്മൾ നമ്മുടെ ഓവർസിയർ PWD സിലബസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 3 മാർക്കിൻ്റെ വ്യത്യാസമാണ്. 12 മാർക്കിനായിരുന്നു ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ടായിരുന്നത്. ഇത് 15 മാർക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, അതിന് 15 മാർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്. ഈ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ 10 മാർക്കാണ്. ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് നമ്മുടെ നോർമൽ ഡ്രോയിങ് വരുന്നുണ്ട്, ബിൽഡിംഗ് ബയോലോസ് വരുന്നുണ്ട്, ഓട്ടോക്യാഡ് വരുന്നുണ്ട്. ഈ 3 ഭാഗങ്ങളും ചേർത്തിട്ടാണ് 10 മാർക്കിന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഗ്രേഡ് 2 എക്സാം നോക്കുമ്പോൾ അവിടെ RCC ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു മൊഡ്യൂൾ നമ്മൾ കാണാറില്ല. നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ മൊഡ്യൂളിൻ്റെ കൂടെയാണ് 20 മാർക്കിന് ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മൊഡ്യൂളിൻ്റെ കൂടെയാണ് നമ്മൾ RCC ആൻഡ് സ്റ്റീൽ കാണാറുള്ളത്. പക്ഷേ ഇവിടെ 10 മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ മൊഡ്യൂളിന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോർമലി ഉള്ള നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, അതിന് 5 മാർക്കാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്. പിന്നെ റോഡ്, റെയിൽവേ, ബ്രിഡ്ജ്, ടണൽ, ഇത് 3 കൂടി 10 മാർക്കാണ്. ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിന് കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ട്. 10 മാർക്ക് നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിന് കിട്ടുന്നുണ്ട്. നോർമലി നമ്മുടെ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് 6 മാർക്കൊക്കെ നമുക്ക് വെയിറ്റേജ് കിട്ടാറുള്ളൂ, ഇറിഗേഷനിൽ നിന്ന് വെയിറ്റേജ് കിട്ടാറുള്ളൂ. അതുപോലെ തന്നെയാണ് റോഡ്, റെയിൽവേ, ട്രാൻസ്പോർട്ടേഷന് 8 മാർക്ക് വെയിറ്റേജ് കിട്ടുന്നത്. ഇവിടെ 10 മാർക്ക് വെയിറ്റേജ് കിട്ടുന്നുണ്ട്.
ദെൻ സർവേയിങ് ആൻഡ് ലെവലിംഗ് 10 മാർക്കാണ് കിട്ടുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനാണ് പതിവിൽ കൂടുതലായിട്ട് 10 മാർക്ക് വെയിറ്റേജ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് വരുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്, പക്ഷേ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 10 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വ്യത്യാസമുള്ളത് എസ്റ്റിമേഷനിൽ നിന്നാണ്. നോർമലി നമ്മൾ സെക്കൻഡ് ഗ്രേഡിൻ്റെ സിലബസിൽ വെച്ച് നോക്കുമ്പം ബിൽഡിംഗ് ബൈലോസും എസ്റ്റിമേഷനും കൂടിയിട്ട് നമുക്ക് 12 മാർക്കാണ് കാണാറുള്ളത്. ഇപ്പം ഇവിടെ എസ്റ്റിമേഷൻ മാത്രം 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സബ്ജക്റ്റുകളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. ഓരോ സബ്ജക്റ്റുകളുടെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസിൽ കാണുന്ന കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്, 15 മാർക്കാണ് ഉള്ളത്. നമ്മുടെ സെക്കൻഡ് ഗ്രേഡ് PWD ഇറിഗേഷൻ്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ അഡീഷണൽ ആയിട്ട് കാണുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പൊസലാനിക് മെറ്റീരിയൽസും പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററുമാണ്. ഈ 2 ചാപ്റ്ററുമാണ് അഡീഷണൽ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നോർമലി നമ്മൾ ആ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ജനറലി നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലിൽ നിന്ന് ചോദിക്കുന്ന സ്റ്റോണ്, അതുപോലെ ബ്രിക്ക്, ലൈമ്, സിമെൻറ്റ്, ദെൻ നമ്മൾ പഠിക്കുന്ന എർത്ത് ആൻഡ് വെയറുകൾ, സ്റ്റോൺ വെയറുകൾ, പോർസലൈൻ, ടെറാക്കോട്ട, ദെൻ മോട്ടാറ്, കോൺക്രീറ്റിൻ്റെ പ്രിപ്പറേഷൻ, ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ടിമ്പർ, അഡ്മിക്സ്ചർ, പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങിൽ വരുന്ന പെയിൻറ്, വാർണിഷ്, മെറ്റൽ, ഇത്രയും കാര്യം തന്നെയാണ് ചിലപ്പോൾ. അതായത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നോ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്, സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 15 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചാപ്റ്ററും വിട്ട് കളയാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി പ്ലാസ്റ്റിക്കും പൊസലാനിക് മെറ്റീരിയലും എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ചാപ്റ്ററും സ്കിപ്പ് ചെയ്യേണ്ട. അപ്പം നിങ്ങൾ ഓൾറെഡി ഇപ്പം ജൂലൈ 23 വരാനിരിക്കുന്ന സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഭാഗം കൂടി പഠിക്കാനായിട്ടുണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ബിൽഡിംഗ് മെറ്റീരിയൽ ആ ഒരു എക്സാമിനെ നല്ല രീതിയിൽ പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു എക്സാമും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് കൺസ്ട്രക്ഷൻ ടെക്നോളജി, ദാറ്റ്സ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ മൊഡ്യൂളിന് നമുക്ക് 15 മാർക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇവിടെ നമ്മൾ നോർമലി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പാർട്സ് വെച്ച് തുടങ്ങും അല്ലേ. പാർട്സ് വെച്ച് തുടങ്ങി പിന്നെ നമ്മളവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി. അതുണ്ട്, സ്റ്റോൺ മേസൺറിയും ബ്രിക്ക് മേസൺറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ITയുടെ ബുക്സിൽ കാണപ്പെടുന്ന ഹോളോ ബ്ലോക്ക്, അതുപോലെ കോമ്പോസിറ്റ് മേസൺറി, ആ കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് ബ്രിക്ക് മേസൺറിന്നും സ്റ്റോൺ മേസൺറിന്നും തന്നെയാണ് വരിക. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ മേസൺറീസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബ്രിക്ക് ബോണ്ടുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ ചോദ്യം എന്തായാലും നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ എക്സാംസിനും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ആർച്ചിൻ്റെ ടെക്നിക്കൽ ടേംസ്, ടൈപ്സ്, ദെൻ ലിൻഡലിൻ്റെ ടൈപ്പുകളും എടുത്ത് പറയുന്നുണ്ട്. ആർച്ച്, ലിൻഡൽ. അപ്പോൾ നമ്മൾ ബ്രിക്ക് മേസൺറി ചാപ്റ്റർ ഉണ്ട്, സ്റ്റോൺ മേസൺറി ഉണ്ട്, ആർച്ചും ലിൻഡലും ഉണ്ട്. പിന്നെ നമ്മുടെ ഫൗണ്ടേഷനിൽ 3 ടൈപ്പ് ഫൗണ്ടേഷനും ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ എന്നും ഉണ്ട്, ഡീപ് ഫൗണ്ടേഷൻ എന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന കേസൺസ് ബ്രിഡ്ജസിൽ കൊടുത്തിട്ടുണ്ട്, ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കേസണും കൂടെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. കേസണും കൂടെ ഇതിൻ്റെ കൂടെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ മൊത്തമായിട്ട് തന്നെ പഠിക്കണം. ഇവരെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാലോ ഫൗണ്ടേഷൻ്റെയും ഡീപ് ഫൗണ്ടേഷൻ്റെയും ടൈപ്പുകൾ പറയുന്നുണ്ട്, സ്പെഷ്യൽ ഫൗണ്ടേഷനുകൾ പറയുന്നുണ്ട്, ബ്ലാക്ക് കോട്ടൺ സോയിലിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനെ കുറിച്ച് വരെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ്റെ ചാപ്റ്റർ പഠിക്കണം. സോ പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് നമ്മുടെ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ്. ടെമ്പററി സ്ട്രക്ചേഴ്സിൽ സ്കെഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ് അതെന്തായാലും പഠിക്കേണ്ടതാണ്. സ്കെഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ് അതാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഭാഗമാണ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ DPC അതുപോലെ തന്നെ TPC ഇത് രണ്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്.
ദെൻ പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ ഒരു വെതറിംഗ് കോഴ്സ് ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് ഫങ്ഷൻ. അത് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വെതറിംഗ് കോഴ്സ്. അത് ഒരു അഡീഷണൽ ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട് BCയിൽ നിന്ന്. പിന്നെ ഫയർ പ്രൂഫിങ് കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ സിലബസിലൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഫയർ പ്രൂഫിങ് ഈ ഒരു സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോർമലി നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സിലബസിൽ നമ്മൾ കാണാത്ത ഒരാളായിരുന്നു കാർപ്പൻട്രി ആൻഡ് ജോയിനറി. ഈ കാർപ്പൻട്രി ആൻഡ് ജോയിനറിനെ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാർപ്പൻട്രിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നില്ല, പക്ഷെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നോർമലി നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ്, ഡോറിൻ്റെ ടെക്നിക്കൽ ടേംസ്, ടൈപ്സ്, വിൻഡോൻ്റെ ടേംസ്, ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ പിന്നെ വരുന്നത് ഫ്ലോർ ആണ്. ഫ്ലോർ നമ്മൾ ടിമ്പർ ഫ്ലോറുകളെ കുറിച്ചും കോമ്പോസിറ്റ് ഫ്ലോറുകളെ കുറിച്ചും പഠിക്കുന്നതാണ്. ഫ്ലോർസിൻ്റെ കാര്യങ്ങളുണ്ട്. ദെൻ റൂഫിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. റൂഫിൻ്റെ ടൈപ്പ്, നമ്മൾ ഫ്ലാറ്റ് റൂഫിൻ്റെ, പിച്ച്ഡ് റൂഫിൻ്റെ ഒക്കെ ടൈപ്പുകൾ നമ്മൾ പഠിക്കുന്നതാണ്. ഡോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റൂഫ് കവറിങ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് വരുന്നത്. അപ്പം നോർമലി കൺസ്ട്രക്ഷൻ ടെക്നോളജി നോക്കുമ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന നമ്മുടെ ഫൗണ്ടേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ബ്രിക്ക് മേസൺറി, സ്റ്റോൺ മേസൺറി, സ്കഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ്. ദെൻ പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഡോർസ് ആൻഡ് വിൻഡോസ്, ഫ്ലോർസ് ആൻഡ് ഫ്ലോറിങ്സ്. ദെൻ പിന്നെ വരുന്നത് റൂഫ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ DPC ആൻഡ് TPC. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കണ്ടത് ആ വെതറിംഗ് കോഴ്സിൻ്റെ ഭാഗവും ഒരു അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫയർ പ്രൂഫിംഗ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതാണ് എക്സ്ട്രാ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് വരിക. ദെൻ അടുത്തത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. സോ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നോർമലി PWD ഇറിഗേഷൻ്റെ ഒക്കെ സിലബസ് കണ്ടവർക്ക് അറിയാം, നമുക്ക് ഓട്ടോ ക്യാഡിൽ നിന്ന് 8 മാർക്കിനാണ് ആ ഒരു മൊഡ്യൂൾ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഡ്രോയിങ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ആ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ബിൽഡിംഗ് ബൈലോസും ഓട്ടോ ക്യാഡും, ഇത് മൂന്നും ചേർത്ത് 10 മാർക്കിനാണ് ഈ മൊഡ്യൂൾ വന്നിട്ടില്ല. അപ്പം നമ്മൾ നോക്കുമ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഡ്രോയിങ്ങിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും 8 മാർക്കാണ് നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനും ഉണ്ടാവാറുള്ളത്. ആ 8 മാർക്കിലുള്ള പറയാറുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈൻസ്, ലെറ്ററിങ്, അതുപോലെ ഡയമെൻഷൻസ്, പ്രൊജക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ ബിൽഡിംഗ് ബൈലോസ് ആണ്. നമ്മൾ KMBRൽ വരുന്ന റൂളുകളും NBCയിൽ വരുന്ന റൂളുകളും പഠിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ IS 96-1989 ഈ ഒരു കോഡിനെ കുറിച്ച് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് നോക്കേണ്ടതായിട്ട് വരും. സോ അതാണ് വരുന്നത്. അപ്പം മെയിനായിട്ട് ഇതാണ് ബിൽഡിംഗ് ബൈലോസും കാര്യങ്ങളുമാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് CAD-ആണ്, ഓട്ടോ CAD-ആണ്. ഓട്ടോ CAD-ൽ നമ്മൾ യൂഷ്വലി പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷോർട്ട് കേസ് പഠിക്കാറുണ്ട്, ഫങ്ഷണൽ കീസ് പഠിക്കാറുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഓട്ടോ CAD-ൽ നമ്മൾ പഠിക്കാറുള്ളത്. അത് തന്നെയാണ് ഇവിടെ 3Dനെ കുറിച്ചൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ 3D ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 2D ഓട്ടോ CAD മാത്രം പഠിച്ചാൽ മതിയാകും. 3D സിലബസിൽ കൊടുത്തിട്ടില്ല. ദെൻ അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്നത്. സോ ദെൻ പിന്നെ അടുത്തൊരു മൊഡ്യൂൾ നോക്കുമ്പം RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ സിലബസിൽ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ മൊഡ്യൂളിന് 20 മാർക്കാണ് അല്ലേ. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് അവസാനമായിട്ട് RCC ആൻഡ് സ്റ്റീൽ കാണാനായിട്ട് പറ്റാറുണ്ട്. അങ്ങനെയാണ് ആ ഒരു മൊഡ്യൂളിൽ അത് കാണാറ്. ഇതിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ RCC ആൻഡ് സ്റ്റീൽ 10 മാർക്കിന് തന്നെ ഒരു മൊഡ്യൂളായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഉള്ള എക്സാംസിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കുമ്പം ഇവരെങ്ങനെയാണോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് RCC ആൻഡ് സ്റ്റീൽ നല്ല രീതിക്ക് പഠിക്കേണ്ടി വരും. കാരണം 10 മാർക്കാണ്. ഇത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നോർമലി നിങ്ങൾ CTയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ മെത്തേഡ്, അതുപോലെ തന്നെ സ്ലംബ് ടെസ്റ്റ്, ദെൻ ഫോം വർക്കിൻ്റെ കാര്യങ്ങൾ, ദെൻ ബാർ ബെൻഡിങ് ഷെഡ്യൂളൊക്കെ നമ്മൾ
പഠിക്കുന്നതാണ്, എസ്റ്റിമേഷനിലും ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു നോർമലി നമ്മൾ പഠിക്കുന്ന ബീമിൻ്റെയും സ്ലാബിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിലബസിലുള്ളൂ. അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു 10 മാർക്കിൻ്റെ മൊഡ്യൂൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. RCC ആൻഡ് സ്റ്റീൽ ചിലപ്പോൾ ചിലരെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും, ആ ഭാഗം പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, എന്തായാലും പഠിക്കണം. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും, 10 മാർക്കിനുള്ളത് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് നോക്കണം. ദെൻ പിന്നെ വരുന്നത് നമുക്ക് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. മെയിനായിട്ട് നമുക്ക് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെപ്റ്റിക് ടാങ്ക്, മാൻ ഹോൾസ്, അതുപോലെ തന്നെ നമ്മുടെ സാനിറ്റേഷൻ സിസ്റ്റംസ്, ആ സെയിം കാര്യം തന്നെയാണ് സിലബസിലുള്ളത്. വലിയ വ്യത്യാസമില്ല. നമ്മുടെ സെക്കൻഡ് ഗ്രേഡിൻ്റെ PWDയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഈ ഒരു സിലബസ് ആയിട്ടില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5 മാർക്ക് ആയിട്ടുണ്ട് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. ദെൻ പിന്നെ റോഡ്, റെയിൽവേ, ബ്രിഡ്ജ്, ടണൽ, 4 കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എത്രയാണ്? എല്ലാത്തിനും കൂടിയിട്ട് നമുക്ക് 10 മാർക്കാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പം നമ്മൾ റോഡ്, നമ്മുടെ ഹൈവേ എഞ്ചിനീയറിങ്ങിൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ സിലബസിനൊക്കെ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇതേ സെയിം സംഭവം തന്നെയാണ് ഉണ്ടായിരുന്നത്. റോഡിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ റോഡ് ഇപ്പം പിന്നെ അഡീഷണൽ ആയിട്ട് റോഡിൻ്റെ കർവും ഗ്രേഡിയൻറ്റും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റോഡ് ഡ്രെയിനേജ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം നോർമലി നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയേ ഉള്ളൂ, അഡീഷണൽ ടോപ്പിക് ഒന്നുമില്ല. സാധാരണ എല്ലാ എക്സാംസിനും നമ്മൾ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡിന് എന്ത് പഠിക്കുന്നു അതേ കാര്യം തന്നെ ഹൈവേയിൽ നിന്നുള്ള ടോപ്പിക്സ് ഉള്ളൂ, അഡീഷണൽ ആയിട്ട് ഒന്നും ഇല്ല. പിന്നെ ബ്രിഡ്ജും ടണലും ആണ്. ബ്രിഡ്ജ് പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ അറിയാം, ബ്രിഡ്ജിൻ്റെ കമ്പണൻസും ക്ലാസിഫിക്കേഷനും ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്, കമ്പണൻസ്, ക്ലാസിഫിക്കേഷൻ. പിന്നെ അതുപോലെ ഇവിടെ എടുത്ത് കേസൺസിനെയും കോഫർ ഡാമിനെയും പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ ഡെഫിനേഷൻ എങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ക്വസ്റ്റ്യൻ ആയിട്ട് കേസണോ കോഫർ ഡാമോ ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കാം. മുന്നേ കുറേ എക്സാംസിന് ഈ കോഫർ ഡാമിൻ്റെ ഒക്കെ ഡെഫിനേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ടണലാണ് അടുത്തത്. ടണൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡോക്കും ഹാർബറും ഒന്നുമില്ല, ടണൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടണലിൻ്റെ ആ റൂൾസ് ആണ് ഇവിടെ റൂൾസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളൂ. ഇതാണ് റോഡ്, റെയിൽവേ, ബ്രിഡ്ജ്, ടണൽ. പിന്നെ ഇപ്പം നമ്മൾ ഹൈവേയുടെ കാര്യങ്ങൾ പറഞ്ഞു, ബ്രിഡ്ജും ടണലും പറഞ്ഞു. പിന്നെ വരുന്നത് നമുക്ക് റെയിൽവേ ആണ്. റെയിൽവേയിൽ ഒന്നും ഒഴിവാക്കാനില്ല, റെയിൽവേ മൊത്തമായിട്ടുണ്ട്. ചെറിയൊരു സബ്ജക്റ്റാണ് റെയിൽവേ, പക്ഷെ റെയിൽവേയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് റെയിൽ ഗേജസ് തൊട്ട്, ദെൻ അതുപോലെ തന്നെ കോണിങ് ഓഫ് വീല്, ദെൻ അതുപോലെ റെയിൽസിൽ വരുന്ന ഡിഫക്റ്റുകൾ, ഹോഗ്ഡ് റെയിൽ, ബെൻഡിങ്, ക്രീപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റെയിൽ ജോയിൻറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ ട്രാക്ക് കൺസ്ട്രക്ഷൻ മെത്തേഡ്, നമ്മൾ പ്ലേറ്റ് ലേയിങ് മെത്തേഡ് പഠിക്കാറില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് യാർഡ്സ്, ഇത്രയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. സിഗ്നലിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് യാർഡ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേഡിയൻറ്റിൻ്റെ കാര്യം പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എന്താണ് നമ്മൾ യാർഡ്സിനെ കുറിച്ച് പഠിക്കാറില്ലേ, ആ യാർഡ് സ്ഥിരമായിട്ട് കാണുന്ന ഭാഗമാണ്. മാർഷലിംഗ് യാർഡൊക്കെ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗം എന്തായാലും പഠിക്കേണ്ടതായിട്ട് വരും. ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ ടച്ച് ചെയ്ത് പോവുക, പറയാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകാനായിട്ട് നോക്കുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ മൊഡ്യൂൾ വരുന്നത്. ദെൻ പിന്നെ വരുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. സോ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടൊന്നുമില്ല, സാധാരണ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷേ നമുക്ക് മാർക്ക് വെയിറ്റേജ് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 മാർക്ക് ഉണ്ട് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിന്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇറിഗേഷനിൽ ഹൈഡ്രോളജിയും ഇറിഗേഷനും കൂടിയിട്ട് തന്നെയാണ്. ഹൈഡ്രോളജിയിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് ആ ഹൈഡ്രോഗ്രാഫിൻ്റെ ഭാഗമാണ് മെയിനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇറിഗേഷൻ്റെ പോർഷൻസ് ആണ്. നമ്മൾ പഠിക്കുന്ന ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, കൾച്ചറബിൾ കമാൻഡ് ഏരിയ, റാബി ക്രോപ്പ്, കാരിഫ് ക്രോപ്പ്, അത്രയും കാര്യം നമ്മൾ ഇറിഗേഷനിൽ പഠിക്കുന്നത് തന്നെയാണ്. ദെൻ പിന്നെ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്കുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. ഡാം നമ്മൾ പഠിക്കുന്നതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് പഠിക്കുന്നതാണ്. ദെൻ
കനാൽ ഉണ്ട്, കനാൽസ് കൊടുത്തിട്ടുണ്ട്, ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. റിസർവോയർ ഇല്ല സിലബസിൽ, അപ്പോൾ റിസർവോയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഹൈഡ്രോളജി നിങ്ങൾ ഹൈഡ്രോഗ്രാഫിന്റെ ഭാഗം പഠിക്കാം. ബാക്കി മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് ഇറിഗേഷൻ ആണ്. ഇറിഗേഷനിൽ റിസർവോയർ മാത്രമേ സിലബസിൽ കാണാത്തുള്ളൂ. ബാക്കി ഡാമും കനാലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റും ഉണ്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കുകളും ഉണ്ട്. അപ്പം അതെന്തായാലും ആ റിസർവോയർ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും പഠിക്കണം. പക്ഷെ 10 മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വെയിറ്റേജ് കൂടുതലാണ്. നോർമലി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു 10 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷൻ യൂഷ്വലി നമുക്ക് നല്ലൊരു വെയിറ്റേജ് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ ഇത് 5 മാർക്ക് എസ്റ്റിമേഷന് വെയിറ്റേജ് ഉള്ളൂ. മാത്രമല്ല സിലബസിൽ വാല്യുവേഷൻ എടുത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് എസ്റ്റിമേഷൻ്റെ പോർഷൻ മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് തോന്നുന്നു നമ്മൾ മെയിനായിട്ട് ഇവിടെ റേറ്റ് അനാലിസിസിൻ്റെ കാര്യങ്ങളാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോർമലി കാണുന്ന ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റേറ്റ് അനാലിസിസും ക്വാണ്ടിറ്റി കാൽക്കുലേഷനുമാണ് പഠിക്കുക അല്ലേ. ആ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ നിന്നുള്ള പ്രോബ്ലംസ് നമുക്ക് ചെറിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിക്കുന്ന കൺവേർഷൻ ഫാക്ടറുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാല്യുവേഷൻ എന്ന് പറയുന്നത് സിലബസിൽ കൊടുത്തിട്ടില്ല. സാധാരണ സിലബസിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഈ സിലബസിൽ വാല്യുവേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ വെയിറ്റേജും 5 മാർക്കേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കണം വാല്യുവേഷൻ്റെ പോർഷൻ ഇല്ലാത്തത്. പക്ഷെ നോർമലി നമ്മൾ എല്ലാ എക്സാംസിനും വാല്യുവേഷൻ്റെ ടെക്നിക്കൽ ടേംസിന് ചോദ്യങ്ങൾ അധികമായിട്ട് കാണാറുള്ളതാണ്. പക്ഷെ ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ 5 മാർക്കാണ് എസ്റ്റിമേഷനിൽ നിന്ന് വരുന്നുള്ളൂ. 5 മാർക്കിനുള്ള ചോദ്യങ്ങളെ നമുക്ക് വരുന്നുള്ളൂ. ദെൻ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് സർവേയിങ്. സർവേയിങ്ങിന് നമ്മൾ പറഞ്ഞു 10 മാർക്കേ ഉള്ളൂ. ഈ 10 മാർക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മുടെ ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ദെൻ പിന്നെ ലെവലിങ്, ഇത്ര വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. മോഡേൺ സർവേ അതുപോലെ മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ ടാക്കിയോമെട്രി, തിയോഡലൈറ്റ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കോണ്ടോർ ഒന്നും പറഞ്ഞിട്ടില്ല. മെയിനായിട്ടും ചെയിൻ സർവേയും കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, പിന്നെ ലെവലിങ്, ഈ 3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. 10 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മറ്റുള്ള എക്സാംസിന് 14 മാർക്ക് 15 മാർക്കൊക്കെ വരെ കിട്ടുന്നതാണ്. ഇതിന് 10 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. സർവേയിങ് ആൻഡ് ലെവലിങ്ങിന് 10 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. ഫൈനലി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. യൂഷ്വലി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ കുറഞ്ഞ വെയിറ്റേജിലാണ് നമുക്ക് എക്സാംസിന് ഉണ്ടാവാറ് അല്ലേ, അപ്ലൈഡ് മെക്കാനിക്സ് എന്നുള്ള പേരിൽ. പക്ഷേ ഇത് 10 മാർക്കിനുണ്ട്. ഈ 10 മാർക്കിൽ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കുന്ന ഇൻട്രഡക്ഷൻ ഭാഗങ്ങളാണ് ആദ്യം ഉള്ളത്. സ്ട്രെസ്, സ്ട്രെയിൻ, അതുപോലെ ഹുക്സ് ലോൻ്റെ കാര്യങ്ങൾ, ദെൻ ഏതൊക്കെ ടൈപ്പ് സ്ട്രെസ്സുകളാണ് ഉള്ളത്, പിന്നെ മൈൽഡ് സ്റ്റീൽ ബാറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ആ കാര്യങ്ങൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഇനീഷ്യൽ പോർഷൻ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇത് മൊത്തം അത് തന്നെയാണ് കേട്ടോ. അതുപോലെ പ്രൂഫ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം എവിടെ വരുന്നതാണ്? നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ടിലാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസും ഉണ്ട്. നമ്മൾ ഫാറ്റിഗ്, ക്രീപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാറില്ലേ, അങ്ങനത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്തായാലും ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുടെ ഡെഫിനേഷനായിട്ടോ മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ട്രെസ്സിൽ നിന്നും സ്ട്രെയിനിൽ നിന്നും ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലേക്ക് വരുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറംസ് പഠിക്കാനുണ്ട്. ദെൻ പിന്നെ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ്റെ ടൈപ്സ്, ലോസ് ഓഫ് ഫ്രിക്ഷൻ. അത് നോർമലി നമുക്ക് ഫ്രിക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ അപ്ലൈഡ് മെക്കാനിക്സ് എന്നാണെങ്കിലും ഫ്രിക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോർമലി പഠിക്കുന്ന ഭാഗം തന്നെയാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഒഴിവാക്കിയിട്ടില്ല, ഫ്രിക്ഷൻ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് റെസൊല്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ വാരിഗ്നൻസ് തിയറം, ലാമിസ് തിയറം, എല്ലാ തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റും എക്സ്പ്ലനേഷൻ എന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചോദിച്ചിട്ട് ഏത് തിയറമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹാർബർ എഞ്ചിനീയറിൻ്റെ സിലബസ് വരുന്നത്, ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിൻ്റെ സിലബസ് വരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇപ്പം 23-ാം തീയതി ഉള്ള സെക്കൻഡ് ഗ്രേഡ് PWD ഇറിഗേഷൻ എക്സാമിന് കുറേ പേരെങ്കിലും കാര്യമായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ പഠിക്കുന്നവർക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ജൂലൈ 30-ന് വരുന്ന ഹാർബറിൻ്റെ എക്സാമും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം നമ്മൾ മൊത്തത്തിൽ സിലബസ് നോക്കുമ്പോൾ
1-2 ടോപ്പിക്കുകൾ മാത്രമാണ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരു വേരിയേഷനുമാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് RCC ആൻഡ് സ്റ്റീലിൻ്റെ മൊഡ്യൂള് സെപ്പറേറ്റ് ആയിട്ട് ഒരു 10 മാർക്കിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസമായിട്ട് വന്നിട്ടുള്ള കാര്യം. മറ്റുള്ള സിലബസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പക്ഷേ ഒരു നോർമലി RCC ആൻഡ് സ്റ്റീല് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പം എന്താണ് ആ ഒരു എക്സാം നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാകും. കുറേ പേരെങ്കിലും ഇതിൻ്റെ സിലബസ് വളരെ ഡിഫറെൻ്റ് ആണ്, പഠിച്ചാൽ കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ ഉള്ളവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഗ്രേഡ് സിലബസ് നോർമലി കാണുന്ന PWD ഇറിഗേഷൻ്റെ സിലബസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞത്. അപ്പം ഈ ഒരു എക്സാമും ആ ഒരു സിലബസിൽ നിന്ന് ഉള്ള ഏകദേശം ഒരു വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എന്താണ് അപ്പം ഇനി ടെൻഷനൊന്നും വേണ്ട, സിലബസ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് നോക്കുക. അപ്പം നമ്മുടെ ജൂലൈ 23 എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇതിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോയിട്ട് 30-ാം തീയതി നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റട്ടെ. അപ്പം നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്